നമ്മുടെ വീട്ടിലൊരു സംഭവം ഉണ്ടായി, ഒറ്റ മിനിറ്റ് കൊണ്ട് ഉണ്ടായ സംഭവം കേട്ടോ. അതുകൊണ്ട് നമുക്ക് അന്നത്തെ രാത്രി എന്താ പറയുക, കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെയല്ലേ? ഇന്ന് ഇൻട്രോ പറയാൻ നമ്മുടെ അമ്മച്ചി ഇല്ല കേട്ടോ. അമ്മച്ചിയില്ല, ആദ്യം ബേബി ഇല്ല, അവരൊരു സ്ഥലം വരെ പോയേക്കാം. അപ്പോൾ അവർ കുറച്ച് കഴിയുമ്പോൾ വരും. ഇപ്പം ഞാനും ഉണ്ണിയും മാത്രമേ ഇവിടെ ഉള്ളൂ, അപ്പച്ചനും ഉണ്ട്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം അവർ വന്നു. അമ്മാമ്മയും ആദ്യം വന്നു കേട്ടോ. ഇന്ന് നമ്മുടെ 2 ഉണ്ണികൾക്കും വാക്സിനേഷനാണ് കേട്ടോ. വാക്സിൻ എടുക്കാൻ പോവാണ്. ആദ്യം ബേബിക്ക് 1.5 വയസ്സിൻ്റെ വാക്സിനും കുഞ്ഞുണ്ണിക്ക് 1.5 മാസത്തെ വാക്സിനും. അങ്ങനെ 2 വാക്സിൻ 2 പേർക്കും കൂടി എടുക്കാൻ പോകണം. എന്താവും നമുക്കറിയില്ല. അപ്പം ഞാനും അമ്മച്ചും കൂടി ഇനിയിപ്പോൾ അവരെ കൊണ്ട് പോകാൻ പോവാണ്. നല്ല വേദന വന്നു കഴിയുമ്പോൾ ഇനി സ്ഥിതി എന്താണെന്ന് അറിയില്ല കേട്ടോ. മിക്കത് നല്ല വാശി ഉണ്ടാവും. ഈശ്വര, കുത്തു കിട്ടൂല അതിന്. വരുമ്പോ ചിരി മാറും, ചിരി വരുമ്പോ മാറും. അതെ അമ്മമാരല്ലേ അത്. അതെ, നമ്മൾ മറ്റേ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കേട്ടോ വാക്സിൻ എടുക്കുന്നത്. പ്രൈവറ്റിലല്ല, പ്രൈവറ്റിൽ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ ഗവൺമെൻറ് ഇവിടെ കാതിക്കുടം ഹോസ്പിറ്റലുണ്ട്. അപ്പം അവിടെ പോയെടുക്കുക. ഇന്നെന്തോ വാഹന പണിമുടക്കല്ലല്ലോ ഇന്നിപ്പോൾ വണ്ടികളൊന്നും ശരിക്കും ഓടാൻ പാടില്ല എന്ന് പറയണേ. ഫുൾ എന്തോ ബന്ധം അങ്ങനെ എന്തോ സംഭവം ഒന്നുണ്ട്. പക്ഷെ നമ്മൾ പോവാണ്ട് പറ്റില്ല. കാരണം ഇവൻ്റെ വാക്സിൻ ബുധനാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞാൽ നമ്മൾ വേറെ സ്ഥലത്ത് പോയി വാക്സിൻ എടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ പോയി എടുക്കേണ്ടതാണ് എളുപ്പം. അപ്പോൾ ഇന്ന് പോയി എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്തായാലും എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഇന്ന് തന്നെ പോവാണ്. ഇപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷ പറഞ്ഞിട്ടുണ്ട്. ആ ചേട്ടൻ വന്നാൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞേക്കണം. അപ്പോൾ ആ ചേട്ടൻ ഇപ്പം വരും. അപ്പം ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് നീ എന്തിനാ അവളെ വിളിക്കണേ? ആന്റീനെ കുറെ നേരം കൊച്ചു വിളിച്ചോണ്ടിരിക്കണേ വാക്സിൻ എടുക്കാൻ വേണ്ടിട്ട്. വന്നു കഴിയുമ്പോ ശരിയാവും. എങ്ങടാ അമ്മിച്ചയുടെ സാരിയുടെ തല നോക്കി മുട്ടി നിക്കണേ. നീ ഒന്ന് വിളിച്ചതിനാ? 11:30 ഇപ്പൊ സൗണ്ട് കേട്ടോ വണ്ടിയുടെ. അത് പുറത്ത് രണ്ട് വണ്ടി ഞാൻ ആള് 11:30 കറക്റ്റ് ടൈമിൽ വരാറുണ്ടല്ലോ, അതുകൊണ്ട് വിളിക്കാൻ. വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അമ്മിച്ചിയുടെ റിസ്കിലാണ് ഇപ്പൊ നമ്മള് പോണത്. കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് പോണത്. ഇനിയിപ്പൊ എന്താവും എന്നുള്ളത് നമുക്കറിയില്ല. അമ്മിച്ചി പറയുന്നത് വന്നോടത്ത് വെച്ച് കാണാന്ന് പറഞ്ഞിട്ടാണ് നമ്മള് ഇപ്പൊ കുത്താൻ പോകുന്നത്. കാരണം ഇനി 1 ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും ഇവന് കുത്താൻ എന്തായാലും പോണം. ആ ഒരു ബുദ്ധിമുട്ട് ഓർത്തിട്ടാണ് രണ്ടുപേരും കൊണ്ടുപോണതിന്റെ ബുദ്ധിമുട്ട്. പിള്ളേര് പോയി അവിടെ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ വേറെ അസുഖങ്ങൾ അവർക്ക് ഇവിടുത്തെ കാണിക്കുന്നുണ്ടോ. ഇന്നാളെ ദിവസം ഹോസ്പിറ്റലിൽ ജസ്റ്റ് പോയിട്ടാണ് ആദ്യം ബേബിക്ക് പനി പിടിച്ചത്. ഒരുത്തന്റെ ബാഗ് എടുത്ത് ചെവിക്കോടി ഇടാം. അത് ചെവിക്കോടല്ല, കൈത്തിക്കോട്. ഇത് കഴിഞ്ഞ് 1/2 മണിക്കൂർ അങ്ങോട്ട് വെയിറ്റ് ചെയ്യണ്ടേ നമ്മള്. 1/2 മണിക്കൂർ ഇഞ്ചക്ഷൻ കഴിഞ്ഞ് വെയിറ്റ് ചെയ്യണം. അതായത് ഇവർക്ക് വല്ല വോമിറ്റിങ് അങ്ങനെ എന്തെങ്കിലും അലർജിയാ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോന്ന് അറിയാൻ. മോട്ടർ അടിച്ചിട്ടുണ്ടായ എനിക്കറിയില്ല. എന്തോ സൗണ്ട് വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി 1/2 മണിക്കൂർ നമ്മള് വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഇനിയിപ്പം ഇന്നെന്തോ ബന്ധം എന്തോ ഉള്ളത് കൊണ്ട് ഇനിയിപ്പോൾ അവർ നേരത്തെ പോകുന്നുള്ളത് അറിയില്ല. 1 മണി വരെ നമുക്ക് ടൈം പറഞ്ഞേക്കണം. ഇപ്പം 11:45 ആവാറായി. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ഏകദേശം ഉള്ളൂ അവിടേക്ക്. അതുകൊണ്ട് പെട്ടെന്ന് എത്തും തന്നെ വിചാരിക്കണേ. ഇനിയിപ്പോൾ പെട്ടെന്ന് പോകുന്ന അറിയില്ല. 10-15 മിനിറ്റ് കൊണ്ട് നമ്മൾ എത്തും. 10-15 മിനിറ്റ് മാക്സിമം ഉണ്ടാവുള്ളൂ. അതിന് മുന്നേ അത് അപ്പോഴേക്ക് എത്തും. ഇവിടെ അടുത്ത് തന്നെയാ. അമ്മച്ചിക്ക് ഒരു സമാധാനല്ലേ. ആദ്യം ബേബി ദേ പോണു. ആദ്യം വെയിലാടാ. അമ്മച്ചി ഇപ്പൊ തുണി എടുക്കാൻ പറഞ്ഞ ഗ്യാപ്പിലായിരിക്കും ആ ചേട്ടൻ വന്നത്. ശരി അമ്മച്ചി പറഞ്ഞത്. വെയില് മങ്ങി തുടങ്ങിട്ടാ. എങ്ങോട്ടാ പോണതും? എവിടേക്ക്? അതിലല്ല അവള് പോണേ. വണ്ടിയില് വണ്ടി ഉണ്ടെന്ന് ഇവിടെ. ആ വണ്ടിയിലല്ല പോണ. അതെവിടെയുള്ള നമ്മള് ഹോസ്പിറ്റലിൽ എത്തിയിട്ടാ. ഹോസ്പിറ്റലിൽ എത്തിണ്ട്. നമ്മളിത് ഇവിടെ വന്നു, ഡോക്ടറെ കണ്ടു. ഇനി വാക്സിൻ എടുക്കണം 2 പേർക്ക്. ഈ ഒരു പട്ടിക്കുട്ടിയെ നിൽക്കണ കർത്താവ്. ഇത് പിന്നാലെ വരും അമ്മച്ചി. എനിക്ക് 1ാമത് പട്ടീനെ പേടിയാ. അത് ഇവിടെ വളർത്തണ പട്ടിയെന്ന് പറഞ്ഞ
അമ്മണിയമ്മയല്ലടത്, പട്ടിയുടെ പട്ടി. അതന്നെ ഇവിടെയാണ് തോന്നണേട്ടോ വാക്സിൻ. നമ്മളിത് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇന്നത്തേക്ക് എത്ര ദിവസമായിടാ? 59 പോളിയോ വാക്സിൻ. എനിക്ക് എത്രയാ വേണ്ടത്? 290. ആദത്തിന് ഇപ്പൊ ഇഞ്ചക്ഷൻ കിട്ടും. ആദത്തിനെ പിടിക്കാതെ പാടട്ടാ. ഭയങ്കര വേദനയുള്ള ഇഞ്ചക്ഷനാണല്ലേ? പനി ഉണ്ടാവില്ലേ? അവരും ഉണ്ടാവുമല്ലേ? ഒന്നുമില്ലാതാവും. നമുക്ക് ചോദിച്ച തരാവൂന്ന് പാല്. ഞാൻ വെറുതെ പറഞ്ഞു. ഞങ്ങൾക്ക് പാല് കിട്ടാൻ ഒരു വഴി ഉണ്ടായി. ഞങ്ങളിവിടെ കാണിച്ച് കടകൾ വീട് നമ്മള് വന്ന വഴിക്ക് ഒരു കട തുറന്നിട്ടുണ്ട്. അവിടെ കയറി വെക്കാം. അവിടെ ഒരു കട തുറന്നിട്ട് ആദ്യം ബേബിക്ക് വേന എടുത്താതാവും ചൊക്കുടു. ആദ്യം ബേബിക്ക് പിന്നെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അമ്മച്ചി. അത്ര സഹിക്കാൻ പറ്റാണ്ട് നമ്മളൊന്നും കരയുള്ളൂ. അല്ലെങ്കിൽ അതൊക്കെ പിടിച്ചു നിൽക്കുവോ വേൻ. കരയുള്ളൂ. അല്ലാണ്ട് പെട്ടെന്നൊന്നും കറിയില്ല. എന്റെ മോന് എടുക്കാനാട്ടാ. നമ്മളിത് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവർക്ക് മരുന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 6 മണിക്കൂർ ഇടവിട്ട് മറ്റേ പാരസിറ്റാമോൾ ഇല്ലേ, അത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി അത് കൊടുക്കണം. ഇനി ഡ്രസ്സൊക്കെ മാറുന്നത് ഫ്രഷ് ആവണം. അപ്പോൾ എന്നിട്ടാണ് ഫുഡ് കഴിക്കണം. ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ വീട്ടിലൊരു സംഭവം ഉണ്ടായി. 1 മിനിറ്റ് കൊണ്ട് ഉണ്ടായ സംഭവം കേട്ടോ. അതുകൊണ്ട് നമുക്ക് അന്നത്തെ രാത്രി എന്താ പറയുക, കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങൾ രാവിലെ ഉച്ചയ്ക്ക് ഞങ്ങൾ ആദം ബേബിയുടെ ഒരു ഷോർട്സ് എടുത്ത് കുറേ നേരം കുറേ ചിരിച്ചുവിടും ഞാൻ അമ്മച്ചി കൂടി. അപ്പം ഞങ്ങൾ പറയായിരുന്നു ഇന്ന് എന്തിട്ടാണ് അവൾക്ക് അറിയാനുള്ളത്. അതുപോലെ തന്നെ രാത്രി ഇപ്പം അത്ര മാത്രം വിഷമിച്ചു. എന്നിട്ട് സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ അകത്ത് വെള്ളം കിടക്കണ്ടായിരുന്നു. ഹസിക്കൂട്ടൻ ഒറ്റ ഓട്ടോടി ഇടിഞ്ഞു മുളിഞ്ഞ് താഴ്ത്തു വീണു. അതിന്റെ പിന്നാലെ പിടിക്കാൻ പോയി അപ്പച്ചൻ താഴ്ത്തു വീണു. മലന്നടിച്ച് വീണു. അപ്പച്ചനെ ഓടി. അപ്പച്ചൻ വീണു. അപ്പച്ചനടങ്ങി കൈക്ക് ഷോൾഡറിന് എളിക്കും ചതവ് പറ്റി. രാത്രിയൊക്കെ ഭയങ്കര വേദന. അപ്പൊ തന്നെ ആശുപത്രിയിൽ പോയി എക്സ്റേ എടുത്ത് വന്നപ്പോ അതിങ്ങനെ ബാഗൊക്കെ ഇട്ടേക്കൊക്കെ റെസ്റ്റ് പറഞ്ഞേക്കും. ഒരാഴ്ച ഫുൾ റെസ്റ്റ് പറഞ്ഞാണ്. കാരണം ഷോൾഡറിനും പ്ലാസ്റ്റർ ഇടാൻ പറ്റില്ല, എളിക്കും പ്ലാസ്റ്റർ ഇടാൻ പറ്റില്ല. അപ്പൊ ഫുൾ റെസ്റ്റ് ഒക്കെ പറഞ്ഞാണ്. എന്നിട്ട് സംഭവിച്ചത് ഇനിയിപ്പോൾ ഒടിഞ്ഞേക്കണ്ടാണോ അല്ലെങ്കിൽ ചതഞ്ഞേക്കണ്ടാണോ എന്നൊന്നും മനസ്സിലാക്കാൻ. അപ്പച്ചന് നടക്കാം. ആള് വീണ് കഴിഞ്ഞാൽ അപ്പം തന്നെ ആള് നടന്നു. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ചേരം കഴിഞ്ഞിപ്പോ ഇങ്ങനെ വേദന. അത് കഴിഞ്ഞപ്പോ ഞാൻ വേദന ഉണ്ടാവണമെങ്കിൽ പാരസെറ്റമോളൊക്കെ എടുത്ത് സ്പ്രേ ഒക്കെ അടിച്ചു. പക്ഷെ അടിച്ചു മറ്റേ അപ്പോഴും കുറഞ്ഞു പറഞ്ഞു. പിന്നെ അത് ഞാൻ തീരെ വേദന കൂടി. 2 മണിയായപ്പോ കൊണ്ടുപോയി. 4 മണി 5 മണിയാവറെ വീട്ടിലെത്തിയത് തിരിച്ചു. ഞങ്ങൾ വന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞാൽ ഇന്നലെ അമ്മച്ചോട് മീൻകറി വെച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായി. അതുകൊണ്ട് അമ്മച്ച് മീൻകറി വെച്ച് വെച്ചിട്ടുണ്ടായി. പിന്നെ ഞാൻ ഇന്നലെ വരെ ഞങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരുന്നത് 2 പേർക്ക് വാക്സിൻ എടുക്കാന്ന്. പക്ഷെ അപ്പച്ചന് പറ്റി വയ്യാണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ വാക്സിൻ്റെ കാര്യം മാറ്റി. ഞാൻ പറഞ്ഞു ഒരാൾക്ക് എടുത്താൽ മതി. കാരണം നമ്മുടെ ഉണ്ണിയുടെ 45 ദിവസത്തെ വാക്സിൻ കുറച്ച് ദിവസം ഇങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടായി. അവന് ചെറുതായിട്ട് ചുമയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് വാക്സിൻ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പം ഇനിയും അത് കുറേ ഒരുപാട് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 2.5 മാസത്തിൽ വേറെ വാക്സിൻ ഉണ്ട്. അപ്പം അതും ഇതും കൂടി പിള്ളേർക്ക് പെട്ടെന്ന് വാക്സിൻ എടുക്കുന്നത് നല്ലത്. അപ്പോൾ ഉണ്ണിക്ക് എന്തായാലും മാറ്റാൻ പറ്റില്ല. അപ്പോൾ കുഞ്ഞിന് എന്തായാലും വാക്സിൻ ഒന്ന് എടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായി. പക്ഷേ ആദം ബേബിയുടെ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അവൻ്റെ 1.5 വയസ്സ് കഴിഞ്ഞു. അതായത് പിന്നെ എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മച്ചു പറഞ്ഞു ഇപ്പോൾ 2 പേർക്കും കൂടി ഒരുമിച്ച് എടുക്കാതെ നീട്ടിക്കൊണ്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോൾ വാക്സിൻ എടുക്കുന്നത്. വാക്സിനേഷൻ കഴിഞ്ഞില്ലേ ഇവിടെ കരച്ചിൽ തുടങ്ങിയിട്ടാ. ഫുള്ള് പനിക്കും. നമുക്ക് ആദം ബേബി അപ്പം തന്നെ ഒന്ന് കിടന്നുറങ്ങിയേക്കാം. പക്ഷെ
ഉണ്ണിയുടെ 2 കാലിലെയും ഒരു കൈയിലും ഉണ്ടായതുകൊണ്ട് അവന് നല്ല വേദന. ബേബിക്ക് 3 ഉണ്ടാവുന്ന പറഞ്ഞത്. പക്ഷെ അത് ഗൾഫിൽ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അത് എടുത്തത് നല്ല വേദനയായിരുന്നു അവര് പറഞ്ഞിട്ടുണ്ട്. അതെന്തിട്ട് റിസൾട്ട് എന്ന് അറിയണമെങ്കിൽ കുറച്ചു നേരം അവനിപ്പോ ഉറങ്ങാ. അത് എനിക്ക് കഴിയുമ്പോ വേദന തുടങ്ങി കഴിഞ്ഞാൽ അവൻ കാല് താഴ്ത്തി വെക്കില്ല എന്നാ പറഞ്ഞേ. നമുക്കൊരു വാക്സിനേഷന് കൊണ്ടുപോകുമ്പോ ഞാൻ ഇതുവരെ വാക്സിനേഷൻ ഇവരെ മടിയിലിരുത്തിയിട്ടില്ലേ. ഇവരെ മടിയിലിരുത്താന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വാക്സിൻ മാത്രം ഞാൻ ആദ്യം ബേബിക്ക് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. എൻ്റെ മടിയിലിരുത്തി. ബാക്കി എല്ലാ ഫുൾ വാക്സിന് എടുക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും പിന്നെ ഡെലിഷ് മോൻ ഉണ്ടായിട്ടുണ്ട്. ആള് തന്നെയൊക്കെ ചെയ്തേക്കണേ. പിള്ളേരെ കൊണ്ട് നടക്കലാണെങ്കിലും കറങ്ങി എടുത്തുകൊണ്ട് നടക്കും. ഞാൻ കറങ്ങി കഴിഞ്ഞാൽ പിന്നെയും കെടുത്തും. പക്ഷെ ആള് പെട്ടെന്ന് എടുത്തുകൊണ്ട് നടക്കും. അതുകൊണ്ട് ആളില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് ശരിക്കും ആളുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇപ്പൊ 2 പേർക്കും കൂടി ഒരുമിച്ച് നമുക്ക് വാക്സിൻ എടുക്കണ്ടായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ആദ്യം ബേബിക്ക് എടുക്കായിരുന്നു. പിന്നെ ഇങ്ങനെ നമ്മൾ കൊണ്ടുപോകേണ്ട ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ 2 പേർക്കും കൂടി ഒരുമിച്ച് വാക്സിനേഷൻ എടുത്തത്. കാരണം നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പൊ ആളുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇപ്പൊ ആളുടെ അടുത്ത് ആക്കിയിട്ടാണെങ്കിൽ ഒരാളെ കൊണ്ടുപോയി വാക്സിൻ എടുത്ത് വണ്ടിയിൽ ഇരുത്തിയാലും കുഴപ്പമില്ല. പക്ഷെ ആദ്യം ബേബീനെ നമുക്ക് വീട്ടിലിരുത്തി പോകാൻ പറ്റില്ല. അങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ അവൻ ഹോസ്പിറ്റലിൽ അവിടെ ഫുള്ള് നടന്നിട്ട് അവിടുത്തെ രോഗങ്ങളും അസുഖങ്ങളൊക്കെ കൊണ്ടുവരും. ആ ഒരു പേടി കൊണ്ടാണ് നമ്മളിപ്പോൾ 2 പേർ കൂടി ഒരുമിച്ച് വാക്സിൻ എടുക്കാന്നുള്ള റിസ്ക് എടുത്തിട്ട് ഇപ്പം എടുത്തേക്കണേ. ഇപ്പം കുഞ്ഞാണെങ്കിൽ വന്നപ്പോൾ തുടങ്ങി താഴ്ത്ത് കിടക്കണില്ല. ഇനിയിപ്പോൾ എന്താവും അറിയില്ല. ഇനിയിപ്പോൾ രാത്രിയിലത്തെ സിറ്റുവേഷൻ എന്താവും അറിയില്ല. അപ്പച്ചനാണെങ്കിൽ വയ്യ. അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അമ്മച്ചി എന്താണ് ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല. അപ്പം അമ്മച്ചി ഉറങ്ങാന്ന് പറഞ്ഞ് ഇത്തിരി നേരം അവിടെ കിടക്കണുണ്ട്. അപ്പം ഞാൻ ഇന്നിപ്പോൾ അവരും പിള്ളേർ 2 പേരും കൂടി ഇപ്പോൾ ഉറങ്ങിയിട്ടുണ്ട്. ഇപ്പം സാമ്പാർ കഷ്ണം അപ്പച്ചൻ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നലെ ഇപ്പോൾ സാമ്പാർ വെക്കാന്ന് വെച്ചുള്ള പ്ലാനില്ലേ. മീൻകറി വെച്ചതുണ്ട്. എന്നാലും ഇത്തിരി സാമ്പാർ കൂടി വെക്കാന്ന് വെച്ചാൽ അപ്പോൾ സാമ്പാർ കഷ്ണം കുറച്ച് അരിഞ്ഞ ചമ്മച്ചിക്കൊരു ഹെൽപ്പ് ആവുമല്ലോ. അപ്പോൾ ചെയ്യാമെന്ന് വെച്ചിട്ട് വന്നിട്ട് സാമ്പാർ കഷ്ണങ്ങൾ ഇരിക്കുന്നു. അപ്പോൾ കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അമ്മച്ചി എനിക്കുമ്പോൾ വെച്ചോളൂല്ലോ. ഞാൻ വെക്കാന്ന് പറഞ്ഞു. പക്ഷെ അമ്മച്ചി സമ്മതിക്കണില്ല. അപ്പം ഞാൻ വെക്കണില്ല. ഞാൻ ഇപ്പം സാമ്പാർ കഷ്ണം അരിഞ്ഞു കൊടുക്കണു. ഞാൻ ഇപ്പം ഇത് എടുത്തപ്പോഴേക്കും അവിടെ കരച്ചിലും വെള്ളം തുടങ്ങിയിട്ടുണ്ടെന്നാണ്. എന്താ ചെയ്യാം. കരയുന്നുണ്ട് അവിടെ. ശശോ വേദന എടുക്കണ്ട കുട്ടികൾക്ക് പറഞ്ഞിട്ട് എന്താ ചെയ്യാം. അതെനിക്കൂട്ടാ. അതെനിച്ചു കുഞ്ഞിത് എനിച്ചു. സാമ്പാർ കഷ്ണം അവിടെ എടുത്ത് വെച്ചു. അല്ലാണ്ട് ഇപ്പോൾ ഒരു ഓപ്ഷനില്ല. കുഞ്ഞിതിനാണ് വേദന സഹിക്കാൻ പറ്റാത്ത. നല്ല വേദന എടുക്കുന്നുണ്ട്. നല്ല കരച്ചിൽ കറിയുണ്ട്. ഇവിടെ പ്രശ്നം ഉണ്ടാവില്ല. ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തായി പ്രശ്നം. ഉണ്ണിക്കായി പ്രശ്നം. ചേട്ടനെ എനിക്കുണ്ടായത് അമ്മാവഴിക്ക് പോയിട്ട് നമ്മുടെ ആദം ബേബിക്ക് ഉണ്ണീനെ കുത്തി വെച്ചത് ആദം ബേബി കണ്ടു. അപ്പൊ തുടങ്ങിയ കരച്ചില. അവന് സഹിക്കണില്ല ഉണ്ണി കരയുന്നത്. ഇവിടെയുള്ള പ്രശ്നം കേട്ടാ ഉണ്ണിക്ക് എന്റെ മാലയൊക്കെ വലിച്ച് പൊട്ടിക്കണ ഇവിടെ വേദന എടുത്തിട്ട്. ഇങ്ങനെ പാടാ. സാമ്പാർ കഷ്ണം അരിയാൻ പോയതാ ഞാൻ സാമ്പാർ കഷ്ണം എടുത്തതും ഇവിടെ കരച്ചിൽ വന്നതും ഒരുമിച്ച്. ഫുഡ് പറഞ്ഞാല് ഇന്നലത്തെ മീൻകറി വെച്ചത് കൂട്ടി കഴിക്കാം. അത് വണ്ടി ഇരിക്കണ നോക്കി. ഇതാരെ വണ്ടിയാ? അക്കീമി വേണം. അക്കീമി വേണോ? വേനിക്കണ്ട എൻ്റെ പൊന്നിന് വേനിക്കണ്ട. എൻ്റെ മൂന്നൊക്കെ മഞ്ഞുണ്ടോ? അവിടെ പൊന്നിനൊക്കെ മഞ്ഞൂടി ഒക്കെ മഞ്ഞുണ്ടോ? എൻ്റെ മോന് അക്കീമി വാങ്ങിച്ചു നോക്കണം. ചോന്നിട്ടാണ് മറ്റേ മിഠായി വാങ്ങിച്ചു നോക്കണം. പാപ്പ വാങ്ങിച്ചു നോക്കണം. അല്ല ആദ്യം അവിടെയുള്ള ബഹുഭവന അമ്മിണി എന്ന് പറഞ്ഞ് വിളിച്ചാ. ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ ഒരു പട്ടി കിടക്കണ്ടേ. ആ പട്ടീനെ അമ്മിണി എന്ന് പറഞ്ഞ് വിളിക്കായിരുന്നു. സാധാരണ പൂച്ചേനെ അമ്മിണിന്ന് വിളിക്കാറ്. ഇന്ന് പട്ടീനെ വിളിക്കണ്ടേ അമ്മിണി. അല്ലേ? അമ്മിനെ കണ്ടില്ല നമ്മള്? അമ്മിനെ കണ്ടില്ലടി. ചീച്ചടി അവിടെ പൊന്നി ചീച്ചടാ. കുട്ട ചീച്ചടാ. ഇന്ന് നല്ല സന്തോഷത്തോടു കൂടി ചിരിച്ചിരിക്കാനുള്ള ആദം ബേബി ഉണ്ടാ. ഇന്ന് കരഞ്ഞിരിക്കുക എൻ്റെ മോന്. സങ്കടം വന്നിട്ട് അവിടെ ഇവിടെ ഇഞ്ചക്ഷൻ കുറ്റി എൻ്റെ മോനെ. അയ്യോ എന്നെ തല്ലല്ലേ. അയ്യോ എന്നെ തല്ലല്ലേ. ആ ചിച്ചിരി ആ തല്ലല്ലേ.
എന്നെ തല്ലല്ലേ എന്ന് പറഞ്ഞപ്പോ ഒരാളിൽ നിന്ന് ചിരിക്കണണ്ട. അയ്യോ എന്റെ തല്ലല്ലേ ചിരിക്കണണ്ട. കുറുമ്പനാഥം 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 കുറുമ്പനാഥം. കോഴിബാബ പൊളിക്കാതം. കോഴിബാബനെ വിളിച്ചേ. ബാന്ന് വിളിച്ചേ. കോഴിബാബനെ വിളിക്കണ്ട. ശരിയാവട്ടെ, 2 ദിവസം കൂടി മതി കേട്ടാ. വാക്സിനേഷൻ ആണെങ്കിലും പിള്ളേർക്ക് അറിയണ കാണുമ്പോഴേ നമുക്കൊരു ബുദ്ധിമുട്ട്. വാക്സിൻ എടുക്കാണ്ട് പറ്റില്ല, എന്നാലും അറിയണ കാണുമ്പോൾ സഹിക്കണില്ല. നമുക്കും കിട്ടിയിട്ടൊക്കെ ഉണ്ട്. എന്നാലും ശരിയായപ്പോ ഇറങ്ങില്ലോ അതോ. ഞാൻ ആദത്തിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ കൊണന്നതാട്ട പുറത്തേക്ക്. കുഞ്ഞിതാണെങ്കിൽ നല്ല ബഹളമായി. ഇപ്പം അമ്മിച്ച് അതിനെ പാടി ഉറക്കി. പിന്നെ അവിടെ പോയപ്പോൾ നേഴ്സുമാർ പറയുന്നുണ്ട് ആദം ബേബിനെ നന്നായി പുന്നാരിച്ചോളുന്നു, നന്നായി നോക്കിക്കോളുന്നു. ആദം ബേബിയുടെ മനസ്സിൽ പെട്ടെന്ന് വിഷമങ്ങൾ വരുന്നു. അപ്പോൾ ആദം ബേബിനെ കൂടുതൽ സന്തോഷിപ്പിക്കാൻ പറഞ്ഞു അല്ലേ. ഞാൻ ഉണ്ണീനെ ഇഞ്ചക്ഷൻ കുത്തിയപ്പോൾ ഞാനെ പിടിച്ചേട്ടാ. മറ്റേ ആദം ബേബിനെ കുത്തിയപ്പോൾ അമ്മിച്ചെ പിടിച്ചേ. എന്നിട്ട് ഞാൻ എടുക്കാൻ പോയി. പക്ഷേ അപ്പം ഇവൻ കരയണ കാരണം പിന്നെ അവർ സമ്മതിച്ചില്ല. പിന്നെ കുഞ്ഞിനും കറിയായിരുന്നില്ല, അവിടെ സമ്മതിച്ചില്ല. പിന്നെ അമ്മിച്ചി എടുത്തു. പിന്നെ ആദം ബേബിക്ക് അമ്മ പോകാൻ വഴിക്ക് മിഠായി വാങ്ങിച്ചു കൊടുത്തു, പാപ്പം വാങ്ങിച്ചു കൊടുത്തു. കടയിൽ നിർത്തി നമ്മൾ പാല് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായില്ല. അപ്പം അതൊക്കെ വാങ്ങിയിട്ടാ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പാല് സാധനങ്ങൾ, മിഠായി, കൊച്ചിന് പാപ്പൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ടാണ് വന്ന് ഒരു കട തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിൻ്റെ. അത് വീട്ടിലുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് നമ്മൾ വാങ്ങിയിട്ട് പോന്നു. ഈ സമയത്ത് നമ്മുടെ ഭർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായെങ്കിൽ നമുക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു. എന്താ ചെയ്യുക, സാഹചര്യം അതായി പോയില്ലേ. എല്ലാ പ്രവാസികളുടെ അവസ്ഥ തന്നെയായിരിക്കും. എന്താ പറഞ്ഞിട്ട് കാര്യം? ഒരു കാര്യമില്ല. ബേബി ഇതേ ഉറങ്ങിയിട്ട്, അതിപ്പോൾ തന്നെ ഉറങ്ങിയിട്ടുള്ളൂ കേട്ടോ. അതേ എൻ്റെ മടിയിലിരുത്തി ഞാൻ പാട്ടൊക്കെ വെച്ച് കൊടുത്ത് പാടി ഉറക്കി. അതിനും കാല് വേദന എടുക്കുന്നുണ്ട്. അതാണ് ഇവിടെ കണ്ണിൻ്റെ അവിടെ പൊട്ടിയിട്ടുണ്ടല്ലോ. അതെങ്ങനെയാണോ തന്നെ മാന്തിയേക്കുന്നതായിരിക്കും. സാമ്പാർ അതേ അമ്മച്ചി ഉണ്ടാക്കിയിട്ട് ഓൾറെഡി എങ്ങനെയോ ഒക്കെ അമ്മച്ചി ഉണ്ടാക്കി. ഡിന്നി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിന്നിയുടെ ഉണ്ണിനെ കൊടുത്ത് സാമ്പാർ ഉണ്ടാക്കിയതേ. അപ്പോഴത്തെ പപ്പടം വറക്കാൻ വേണ്ടിയിട്ട് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന് പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വറുത്ത് കൊടുക്കാന്ന് വെച്ചിട്ടേ പപ്പടം അതിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വറുത്ത് കൊടുക്കാന്ന് വെച്ചിട്ട് വറക്കാൻ വെച്ചിട്ടുണ്ട്. അല്ല വരെ കൈമ ഒരു ആഭരണങ്ങൾ ഉണ്ടായില്ല. ഇന്നത്തേക്ക് ഒരു ബാഗ് കിട്ടി ഫ്രീ ആയിട്ട്. കൈ അനക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് അവര് ബാഗ് ഇട്ട് കൊടുത്തേക്കാട്ടോ. ഫുള്ള് റെസ്റ്റായി. പപ്പടക്കോലൊന്നും കണ്ടില്ലേ. അപ്പൊ ഞാൻ കത്തിയാക്കി മാറ്റി. കത്തി കൊണ്ട് അവിടെ ഇവിടെ മറച്ചിട്ടൂടെ. പപ്പടം മറക്കൽ പരിപാടി കഴിഞ്ഞു. സാമ്പാറും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ കാര്യം സമാധാനമായി. ഇനി വാശി പിടിച്ചാലും കുഴപ്പമില്ലല്ലോ. ആദത്തിന്റെ ശരിയാ. എന്നിട്ടേക്ക് കാണണേ. ഒരു ലൈസ് പാക്കറ്റ് പൊട്ടിച്ച്, മഞ്ച് പാക്കറ്റ് പൊട്ടിച്ച് എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലൈസ് അവനല്ലാട്ടോ തിന്നിട്ട് ആകെ അരിവനാ. അപ്പാപ്പനോട് കിമി പറഞ്ഞിട്ട് എന്താ കാര്യം? രണ്ടുണ്ണിയാളും നോക്കിയപ്പോ 3 ഉണ്ണിയായി. കണ്ട ഇതിങ്ങനെയാണ്. ഈ പാക്കറ്റിൽ നിന്ന് എടുക്ക, താഴ്ത്തിക്ക് ഇടാ. ഇതിന് കളിയിട്ടാ പരിപാടി തുടങ്ങി. അതും വീണ്ടും അമ്മച്ചിക്ക് ഇനിയിപ്പോ 3 പേരെ നോക്കണം. 1 2 3 ആ ശരിയാ 4 എന്നെ കൂടി കൂട്ടിക്കോടുക്കും. ഇത്ര ദിവസം 3 പേരാണ്. ഇനിയിപ്പൊ എനിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. കാല് വേണ്ടെടുക്കണ്ട. പാക്കറ്റ് നോക്കി ലൈസ് ഉണ്ണി എടുത്തോണ്ട് കൂട്ടാ. മിഠായി ഇരിക്കണ നോക്കിയതേ. കൊച്ചിന് മിഠായി ഉണ്ണിക്ക് കൊടുക്ക. അതും വേണ്ടേ? മിഠായി വേണ്ട. അതിന് അപ്പാപ്പനോട് കൊടുത്താ മിഠായി വയലറ്റ് കൊടുത്തേ. അപ്പാപ്പന് മിഠായി കൊടുത്തേ. അപ്പാപ്പന് വയലറ്റ് കൊടുത്തേടി. കാലവൻ നിലത്ത് കാലേ നിലത്ത് കുത്തണില്ല. കാല് നല്ല വേദന. ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മുറിവെണ്ണേ അതിന്റെ ചതവിന് പറ്റിയ എന്തെങ്കിലും ഹോം റെമഡീസ് ഉണ്ടെങ്കിൽ, അല്ല നമ്മൾ ഹോസ്പിറ്റലിൽ പോയി എന്നാലും എന്തെങ്കിലും
ആയുർവേദ ട്രീറ്റ്മെന്റ് മാറി കിട്ടാനായിട്ട് എല്ലാവരും കമന്റ് ചെയ്തോളിട്ടാ. ഇപ്പൊ വലിയപ്പച്ചൻ വന്നപ്പോ പറഞ്ഞത് ആൾക്ക് ഇതേപോലെ വേദന വന്നിട്ട് ഇങ്ങനെ ബാൻഡേജ് ഒക്കെ ചുറ്റി വെച്ചിട്ട് ആള് 2 ദിവസം കഴിഞ്ഞപ്പോ വേറെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ കൊച്ചിന് കാല് കുത്താൻ പറ്റുള്ളത് കണ്ട എന്നെ പിടിക്കണ കാല് കുത്താൻ എന്ത് ചെയ്താ പറ്റണില്ല കേട്ടാ. ആദ്യത്തിന് നിക്ക് അമ്മ പിടിക്കാ നിക്ക് അമ്മ പിച്ചാടി വാ നിക്ക് നിക്ക് നിക്കടി നിക്കടി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോ തുടങ്ങി മാമനെ കളിയാക്കിയേ. നല്ല വേദനയുണ്ട് കേട്ടാ. ചാക്കൂടൊരു വേദന. ഇപ്പൊ സമയം 12 മണി ആവാനായിട്ട്, അതായത് എത്ര മണി 1 മിനിറ്റ് 11:57. അമ്മിച്ചിതേ കുളിച്ച് വന്നിട്ടുള്ള ടൈം ഇപ്പോഴാട്ടാ. 2 പേർക്ക് നല്ല വാശി തന്നെയായിരുന്നു. ഇത് ഇപ്പൊ തന്നെ കിടന്നിട്ടുള്ളൂ. ആദ്യം ബേബി എനിക്ക് കുറേ വൊമിറ്റ് ചെയ്തു. എന്താണെന്നറിയില്ല, പനിയുള്ളതുകൊണ്ട് അവന് ഈ എന്താ പറയാ ഫുഡ് ദഹിക്കാണ്ട് ഛർദിക്കില്ല. ഉള്ളിൽ പനിയുള്ള തോന്നുന്നു. ഈ ഫുഡ് ദഹിക്കാണ്ട് ഛർദിക്കണ പോലെ കുറേ ഛർദിച്ചു. പിന്നെ മരുന്നാണെങ്കിൽ എന്ത് ചെയ്താൽ കുടിക്കണില്ല. ഉണ്ണിയാണെങ്കിലും കുടിക്കണില്ല, ഇവനാണെങ്കിലും കഴിക്കില്ല. എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അതിന് വല്ല ചവർപ്പാ, ഇഷ്ടമില്ലായിക, ടേസ്റ്റ് ഇല്ല, എന്തിട്ടാണ് സംഭവം എന്നറിയില്ല. നമ്മളവരെ മരുന്ന് കുടിച്ച് നോക്കണില്ലല്ലോ, പക്ഷെ അതിൻ്റെ ടേസ്റ്റ് അവർക്ക് ഇഷ്ടമാവണില്ല. അതുകൊണ്ട് അത് അവർ കുടിക്കണില്ല, ഫുള്ള് തുപ്പിക്കളയുക. ഒരു വിധത്തിൽ ആദം ബേബിനെ മറച്ചിട്ട് കൊടുത്ത് ഇപ്പം കിടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്ര മണി വരെയൊക്കെ എടുക്കുമെന്നുള്ളത് നമുക്കറിയില്ല. ചിലപ്പോൾ ഇപ്പം തന്നെ എനിക്ക് വേദന. അവരെ കാലവൻ നിലത്ത് കുത്തണില്ല. കാലിങ്ങനെ ഇങ്ങനെ വലിച്ച് നടക്കല്ല, കാല് നിലത്ത് കുത്തണില്ല. അപ്പം ഞാൻ കാലിടയ്ക്കിടയ്ക്ക് അവർ മടക്കി നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വാക്സിനേഷൻ നല്ല രസമായി. ഇനിയിപ്പോൾ നാളെയും കൂടി അങ്ങനെയായിരിക്കും, ഇങ്ങനെ തന്നെയായിരിക്കും എന്ന് വിചാരിക്കുന്നു. നാളെ ആകുമ്പോഴേക്കും മാറിയിരിക്കും. നാളെ കഴിഞ്ഞ് മറ്റന്ന് 2 ദിവസം വരെ മെഡിസിൻ വേദന മാറിയാലും പനി ഉണ്ടെങ്കിലും കണ്ടിന്യൂ ചെയ്ത് കൊടുക്കാനാണ് അവർ തന്നേക്കണേ പാരസെറ്റാമോളിൻ്റെ ഇത്. അപ്പം ഇനി അത് കൊടുക്കണം. അത് കൊടുക്കാനാണെങ്കിൽ ഭയങ്കര ടാസ്ക്കാണ്. അങ്ങനെ മറച്ചിട്ടിട്ട് ഇവൻ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ സിരിസിരി കയറ്റണ പോലെ കാണിക്കുക. അപ്പം നമുക്കത് കാണുമ്പോൾ പേടിയാണ്. എന്നാലൊരു വിധത്തിൽ കൊടുത്തിട്ടുണ്ടെന്ന്. ആള് ഈ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ആള് കൊണ്ടുവരുന്നതിന് കേട്ടാ. ശരിക്കും ഈ സമയത്ത് നമ്മൾ ഭർത്താവില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും അറിയുന്നത് ഈ സമയത്ത് തന്നെയാണ്. കാരണം ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ആദം ബേബിയുടെ എല്ലാ കാര്യങ്ങളും ആൾ നോക്കാറുണ്ട്, എല്ലാ കാര്യങ്ങളും ആൾ ചെയ്യാറുണ്ട്. മിക്കത് എന്നെ വിളിക്കൽ കുറവ് തന്നെയാണ്. അവൻ്റെ കാര്യങ്ങളൊക്കെ മിക്കത് ആൾ തന്നെ ചെയ്ത് വാക്സിനൊക്കെ എടുക്കാനൊക്കെ ആൾ പിടിക്കാറ്. അവൻ കരയുന്നത് കാണാൻ ഞാൻ നിൽക്കാറില്ല സത്യത്തിൽ. അപ്പൊ ഈ പ്രാവശ്യം ആദ്യമായിട്ട് ആദം ബേബിനെയും കുഞ്ഞിതിനെയും വാക്സിൻ എടുക്കാൻ ഇവിടെ ഇങ്ങനെ അമ്മമാരെടുക്കണം നിർബന്ധം. അവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അവിടെ അപ്പനൊക്കെ എടുത്താൽ മതി. ആള് തന്നെ വാക്സിൻ എടുക്കാൻ വേണ്ടിട്ട് പിടിക്കാറ്. അപ്പൊ എനിക്ക് ആ സങ്കടം എന്താന്നറിയില്ല. കുത്തണ കാണുമ്പോ നമുക്കൊരു സങ്കടം. കുറ്റങ്ങൾ കരച്ചില് കേൾക്കുമ്പോഴേ അത് 3 കുത്തണം. എന്താ പറഞ്ഞിട്ടൊരു കാര്യമില്ല. അത് എന്റെ കയ്യിൽ എടുക്കാൻ തരില്ല. എല്ലാവരും ഇപ്പൊ അങ്ങനെയാണെന്നാ പറഞ്ഞവര്. അമ്മമാര് തന്നെ എടുക്കണം നിർബന്ധമാണ്. എന്നാലും ഇപ്പൊ 2 പേരുള്ള കാരണം അമ്മിച്ചോട് പിടിച്ചോളാൻ പറഞ്ഞു. ആദം ബേബിനെ അമ്മിച്ചയെ പിടിച്ചേ. 2 പേരും മാറെടുക്കാൻ പറ്റില്ല. നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീട്ടില് എന്താ പറയാ ഒരു ഹോസ്പിറ്റൽ വാർഡ് പോലത്തെ കണ്ടീഷനാണ് ഇപ്പൊ എന്നിട്ട് 3 രോഗികളുണ്ട് ഇപ്പൊ ഇവിടെ. 3 പേര്, 2 പേർക്ക് പനി, ഒരാൾക്ക് ആക്സിഡന്റ് പോലെ കിടക്കാണ്. അപ്പൊ അങ്ങനെ ഞാനും ജോലിയിരുന്നു. എനിക്ക് 2 ദിവസമായിട്ട് എനിക്ക് പല്ലുവേദന എടുക്കേ, മുട്ടുകാലൊക്കെ ഭയങ്കര വേദന. എല്ലാവരും സത്യത്തിൽ രോഗികൾ. ആർക്ക് കിടക്കാന്ന് വെച്ചാൽ കിടക്കാനേ പാടുള്ളൂ. കിടന്നാ പിന്നെ പോയില്ല. അതാണ് കിടക്കാണ്ട് കഴിച്ചു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്രേ ഉള്ളൂ. ഇപ്പൊ സമയം 12 മണിയായി. ഇനിയിപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. അവരിപ്പോ ഒരാള് അവർക്ക് വേദന, പനി തുടങ്ങി വേദന തുടങ്ങും. അപ്പൊ എന്തായാലും എനിക്ക് ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. ഇന്ന് രാത്രി ഉറങ്ങാൻ പറ്റില്ല. ഇനിയിപ്പോ നാളെ രാത്രി നോക്കാം ഉറങ്ങാൻ പറ്റുമെന്ന്. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റ പറയാൻ ആരടുത്തൊന്നിനും പറയാൻ നിൽക്കള്ളട്ടാ. കൊച്ചിനാകെ വയ്യ, കാല് കുത്തി നടക്കാൻ പറ്റുന്നില്ല. അപ്പൊ കമന്റ് ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ.